നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത് 7ാം ക്ലാസ്സിലെ സയൻസിലെ 3ാമത്തെ ചാപ്റ്റർ ഫൈബർ ടു ഫാബ്രിക് എന്ന ചാപ്റ്ററായിരുന്നു നോക്കിയത്. ഇതിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ വൂൾ എങ്ങനെ ഉണ്ടാക്കുന്നു ഷീപ്പിൽ നിന്ന് എന്നത് നോക്കി. ഇനി നമ്മൾ സിൽക്ക് എങ്ങനെ ഉണ്ടാക്കുന്നു, പട്ട് എങ്ങനെ ഉണ്ടാക്കുന്നു സിൽക്ക് വേമിൽ നിന്ന്, അതാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സിൽക്ക് ഫൈബേഴ്സ് ആർ ഓൾസോ ആനിമൽ ഫൈബേഴ്സ്. സിൽക്ക് ഫൈബേഴ്സും ആനിമൽ ഫൈബേഴ്സ് തന്നെയാണ്. സിൽക്ക് വേംസ് സ്പിൻ ദി സിൽക്ക് ഫൈബേഴ്സ്. സിൽക്ക് വേംസ് ആണ്, പട്ടുനൂൽ പുഴുക്കളാണ് സിൽക്ക് ഫൈബർ അല്ലെങ്കിൽ സിൽക്കിൻ്റെ നൂല് ഉണ്ടാക്കുന്നത്. The rearing of silkworms is for obtaining silk is called sericulture. സെറികൾച്ചർ എന്നാണ് ഇതിനെ പറയുന്നത്. സിൽക്ക് ഉണ്ടാക്കാനായിട്ട്, പട്ടുണ്ടാക്കാനായിട്ട് സിൽക്ക് വേംസിനെ വളർത്തുന്ന ബ്രാഞ്ചിനെ അതിനെ പറയുന്നു സെറികൾച്ചർ എന്ന്. ഫൈൻഡ് ഔട്ട് ഫ്രം യുവർ മദർ, ആൻറ്റ് ഓർ ഗ്രാൻഡ് മദർ the kind of silk sarees they have. നിങ്ങളുടെ അമ്മയിൽ നിന്നോ ആൻറ്റിയിൽ നിന്നോ ഗ്രാൻഡ് മദറിൽ നിന്നൊക്കെ മനസ്സിലാക്കാനാണ് പറയുന്നത് അവരുടെ കയ്യിലുള്ള ഏത് തരത്തിലുള്ള സിൽക്ക് സാരികളാണ് അവർക്കുള്ളത് എന്ന്. ലിസ്റ്റ് ദ കൈൻഡ്സ് ഓഫ് സിൽക്ക്. എന്തൊക്കെ തരത്തിലുള്ള സിൽക്കാണ് അവരുടെ അടുത്തുള്ളത് എന്ന് ലിസ്റ്റ് ചെയ്യാൻ പറയുന്നു. ബിഫോർ വി ഡിസ്കസ് ദ പ്രോസസ് ഓഫ് ഒബ്റ്റെയിനിങ് മിൽക്ക്, it is necessary to know the interesting life history of silk moth. നമ്മൾ എങ്ങനെയാണ് സിൽക്ക് ഉണ്ടാക്കുന്നത് അതിൻ്റെ പ്രോസസ്സിനെ ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾക്ക് ഈ സിൽക്ക് മോത്ത് അല്ലെങ്കിൽ സിൽക്ക് ഫ്ലൈ, പൂമ്പാറ്റ പോലുള്ള ഫ്ലൈ, അതിൻ്റെ ലൈഫ് ഹിസ്റ്ററി ഒന്ന് നോക്കാം. ദി ലൈഫ് ഹിസ്റ്ററി ഓഫ് സിൽക്ക് മോത്ത്. The female silk moth lays eggs. ഈ ഫീമെയിൽ ഫ്ലൈ അത് മുട്ടയിടും. ഫ്രം വിച്ച് hatch larvae which are also called caterpillars or silkworms. അപ്പോൾ ആ എഗ്സ് ഹാച്ച് ചെയ്ത് വിരിഞ്ഞ് ലാർവ ഉണ്ടാവും. ആ ലാർവയാണ് പറയുന്നത് കാറ്റർപില്ലർ അല്ലെങ്കിൽ സിൽക്ക് വേംസ്, പട്ടുനൂൽ പുഴുക്കൾ എന്ന് പറയുന്നു. They grow in size, and when the caterpillar is ready to enter the next stage of its life history is called pupa. അപ്പോൾ കാറ്റർപില്ലർ വലുതാവും, സൈസ് വലുതാവും, നെക്സ്റ്റ് സ്റ്റേജിലോട്ട് പോകാൻ തയ്യാറാകും. നെക്സ്റ്റ് സ്റ്റേജിലോട്ട് തയ്യാറായ ആ സ്ഥിതിയെ ആണ് പറയുന്നത് പ്യൂപ്പ എന്ന്. ഇറ്റ് ഫസ്റ്റ് വീവ്സ് എ നെറ്റ് ടു ഹോൾഡ് ഇറ്റ് സെൽഫ്. ആ പ്യൂപ്പ ഒരു വല പോലെ അതിന് ചുറ്റും ഉണ്ടാക്കും. ദെൻ ഇറ്റ് സ്വിങ്സ് ഇറ്റ്സ് ഹെഡ് ഫ്രം സൈഡ് ടു സൈഡ്. തല അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ട് ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡിലോട്ട് സ്വിങ് ചെയ്തുകൊണ്ട് ഇൻ ദ ഫോം ഓഫ് ദി ഫിഗർ ഓഫ് 8, 8 പോലെ ആകൃതിയിൽ, 8ൻ്റെ ആകൃതിയിൽ ഇങ്ങനെ തല അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിക്കും. ആൻഡ് ഡ്യൂറിങ് ദീസ് മൂവ്മെൻറ്റ്സ് ഓഫ് ദി ഹെഡ് ദ കാറ്റർപില്ലർ സെക്രീറ്റ്സ് ഫൈബർ മെയ്ഡ് ഓഫ് എ പ്രോട്ടീൻ. അപ്പോൾ ഈ മൂവ്മെൻറ്റ്സ്, ഹെഡിൻ്റെ മൂവ്മെൻറ്റ്സിൻ്റെ ഇടയിൽ അപ്പോൾ തന്നെ ഈ കാറ്റർപില്ലർ ഒരു പ്രോട്ടീൻ സെക്രീറ്റ് ചെയ്യും, പുറത്തു വിടും. ഒരു തുപ്പൽ പോലെ സാധനം പുറത്തു വിടും. ഇതിൽ ഇവിടെ ഈ ഫിഗർ കാണുന്നത് മെയിൽ കാറ്റർപില്ലറും ഫീമെയിൽ കാറ്റർപില്ലറുമാണ്. അഡൽട്ട് സിൽക്ക് ഫ്ലൈസ് ആണത്. അത് ഈ ഇറ്റ് ഈസ് ലേയിങ് എഗ് ഓൺ മൾബറി ട്രീസ്. മൾബറി ട്രീസിൽ അത് അതിന് മുട്ടയിടുന്നു. അത് ഡെവലപ്പ് ചെയ്ത് സിൽക്ക് വേം ആവുന്നു, പുഴുവാകുന്നു, പട്ടുനൂൽ പുഴുവാകുന്നു. എന്നിട്ട് അവസാനം ഈ പട്ടുനൂൽ പുഴു പ്യൂപ്പായി മാറുന്നു അല്ലെങ്കിൽ കൊക്കൂനായി മാറുന്നു. കൊക്കൂനായി മാറിയ പുഴു പിന്നെ അതിൻ്റെ ഉള്ളിൽ ഡെവലപ്പ് ചെയ്യുന്നു. അതിന് ചുറ്റും ഒരു പ്രോട്ടീൻ സെക്രീറ്റ് ചെയ്ത് ഒരു ഫൈബർ, നൂല് അതിന് ചുറ്റും ഇങ്ങനെ പൊതിയുന്നു. ഇതാണ് ലൈഫ് ഹിസ്റ്ററി ഓഫ് എ സിൽക്ക് മോത്ത്. അതിൻ്റെ ഡയഗ്രത്തോടെ കാണിച്ചിരിക്കുകയാണ് അവിടെ.
അപ്പോൾ ഇത് ഒരു എട്ടിൻ്റെ ആകൃതിയിൽ തല എങ്ങനെ മൂവ് ചെയ്യുന്നു എന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ അതുപോലെ തന്നെ അതൊരു പ്രോട്ടീൻ സെക്രീറ്റ് ചെയ്യുന്നുണ്ട് വിച്ച് ഹാർഡൻസ് ഓൺ എക്സ്പോഷർ ടു എയർ. അപ്പോൾ അതിങ്ങനെ സെക്രീറ്റ് ചെയ്ത് അത് പുറത്ത് വന്ന് കഴിഞ്ഞ് എയറുമായിട്ട് കോണ്ടാക്ട് ചെയ്യുമ്പോൾ തന്നെ അത് ഹാർഡായി മാറും. ആൻഡ് ദറ്റ് ബിക്കംസ് സിൽക്ക് ഫൈബർ. അതാണ് സിൽക്ക് ഫൈബറായിട്ട് മാറുന്നത്, സിൽക്കിൻ്റെ നൂലായിട്ട് മാറുന്നത്. ആൻഡ് സൂൺ ദ കാറ്റർപില്ലർ കംപ്ലീറ്റ്ലി കവേഴ്സ് ഇറ്റ് സെൽഫ് ബൈ സിൽക്ക് ഫൈബർ ആൻഡ് ടേൺസ് ഇൻ ടു പ്യൂപ്പ. മൊത്തം അതിൻ്റെ ബോഡി മൊത്തം ആ കാറ്റർപില്ലർ അതിൻ്റെ ചുറ്റും ഈ സിൽക്ക് ഫൈബർ കവർ ചെയ്യും, അതൊരു പ്യൂപ്പയായി മാറും. ആൻഡ് ദിസ് കവറിങ് ഈസ് നോൺ ആസ് കൊക്കൂൺ. അത് ആ കവറിങ്ങിനെയാണ് പറയുന്നത് കൊക്കൂൺ എന്ന്. ആൻഡ് ദ ഫർദർ ഡെവലപ്മെൻറ്റ് ഓഫ് ദ പ്യൂപ്പ ഇൻ ടു മോത്ത് കണ്ടിന്യൂസ് ഇൻസൈഡ് ദ കൊക്കൂൺ. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ഡെവലപ്മെൻറ്റ് ആ പ്യൂപ്പ ഒരു ഫ്ലൈ ആയി മാറുന്നത് ആ കൊക്കൂണിൻ്റെ ഉള്ളിലാണ്. നമ്മൾ ഇവിടെ ഡയഗ്രാമിൽ കണ്ടു. ഈ ഡയഗ്രത്തിൽ കൊക്കൂണ് ആ മോത്തിൻ്റെ ഉള്ളിൽ ആ കൊക്കൂണിനുള്ളിൽ മോത്ത് അല്ലെങ്കിൽ ആ ഫ്ലൈ ഡെവലപ്പ് ചെയ്യുന്നതാണ് അവിടെ കാണുന്നത്. പിന്നെ സിൽക്ക് ഫൈബേഴ്സ് ആർ യൂസ്ഡ് ഫോർ വീവിങ് സിൽക്ക് ക്ലോത്ത്. സിൽക്ക് ക്ലോത്ത് ഉണ്ടാക്കാനായിട്ടാണ്, നെയ്യാനായിട്ടാണ് സിൽക്ക് ഫൈബേഴ്സ് ഉപയോഗിക്കുന്നത്. Can you imagine that this soft silk yarn is as strong as comparable thread of steel? സ്റ്റീലിൻ്റെ ത്രെഡിനെ പോൽ അത്രയും സ്ട്രോങ് ആണ് ഈ സിൽക്കിൻ്റെ ത്രെഡ് എന്ന് നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുമോ? സിൽക്ക് യാൺ അല്ലെങ്കിൽ സിൽക്കിൻ്റെ ത്രെഡ് ഈസ് ഒബ്റ്റെയിൻഡ് ഫ്രം കൊക്കൂൺ ഓഫ് ദി സിൽക്ക് മോത്ത്. ആ സിൽക്ക് ഫ്ലൈൻ്റെ കൊക്കൂണിൽ നിന്നാണ് സിൽക്ക് ത്രെഡ് ഉണ്ടാകുന്നത്. ദർ ഈസ് എ വെറൈറ്റി ഓഫ് സിൽക്ക് മോത്ത് വിച്ച് ലുക്ക് വെരി ഡിഫറെൻറ്റ് ഫ്രം വൺ അനദർ. പല തരത്തിലുള്ള പല ഡിഫറെൻ്റ് ആയിട്ടുള്ള വെറൈറ്റീസിലുള്ള സിൽക്ക് വേംസ് ഉണ്ട്. ആൻഡ് സിൽക്ക് യാൺ ദി ഈൽഡ് ഈസ് ഡിഫറെൻറ്റ് ഇൻ ടെക്സ്ചർ. അപ്പോൾ അതിൽ നിന്നുണ്ടാവുന്ന സിൽക്കിൻ്റെ ത്രെഡ് അതും അതിൻ്റെ ടെക്സ്ചറിൽ ഡിഫറെൻ്റാണ്. അതിൻ്റെ കോഴ്സിലും അതിൻ്റെ സ്മൂത്ത്നെസ്സിലും ഷൈനിങ്ങിലൊക്കെ അത് ഒന്നിൽ നിന്നും മറ്റൊന്ന് വ്യത്യസ്തമാണ്. ദസ് ദ ടസാർ സിൽക്ക്, മൂങ്ക സിൽക്ക്, കോസ സിൽക്ക് എക്സെട്ര അങ്ങനെ പലതരത്തിലുള്ള സിൽക്കിൻ്റെ പേരാണ് ഈ കാണുന്നത്. ആർ ഒബ്റ്റെയിൻഡ് ഫ്രം കൊക്കൂൺ സ്പൺ ബൈ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോത്ത്. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സിൽക്ക് വേംസിൽ നിന്ന് പലതരത്തിലുള്ള സിൽക്കാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ദ മോസ്റ്റ് കോമൺ സിൽക്ക് ഈസ് മൾബറി സിൽക്ക് മോത്ത്. അപ്പം ഈ സിൽക്ക് അതിൻ്റെ ഫ്ലൈസിൽ മോസ്റ്റ് കോമൺ എന്ന് പറയുന്നത് മൾബറി സിൽക്ക് മോത്താണ്. ദി സിൽക്ക് ഫൈബർ ഫ്രം ദ കൊക്കൂൺ ഓഫ് ദിസ് മോത്ത് ഈസ് സോഫ്റ്റ്, ലസ്ട്രസ് ആൻഡ് ഇലാസ്റ്റിക്. സോഫ്റ്റാണ്, ലസ്ട്രസ് ആണ്, ഇലാസ്റ്റിക് ആണ്. ആൻഡ് ക്യാൻ ബി ഡൈഡ് ഇൻ ബ്യൂട്ടിഫുൾ കളേഴ്സ്. പല കളറിൽ അതിനെ ഡൈയും ചെയ്യാം. സെറികൾച്ചർ ഓർ കൾച്ചർ ഓഫ് സിൽക്ക് വോംസ് ഈസ് എ വെരി ഓൾഡ് ഒക്കുപ്പേഷൻ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ പലരുടെയും വളരെ പണ്ട് തൊട്ട് ചെയ്യുന്ന ഒരു ജോലിയാണ് ഈ സെറികൾച്ചർ അല്ലെങ്കിൽ സിൽക്ക് വോംസിനെ കൾച്ചർ ചെയ്യുക, സിൽക്ക് വോംസിനെ വളർത്തുക എന്നത്. ഇന്ത്യ പ്രൊഡ്യൂസസ് പ്ലൻറ്റി ഓഫ് സിൽക്ക് ഓൺ കൊമേഴ്ഷ്യൽ സ്കെയിൽ. കൊമേഴ്ഷ്യലി ഇന്ത്യ ഒരുപാട് സിൽക്ക് ഉണ്ടാക്കുന്നുണ്ട്, അത് വിൽക്കുന്നുണ്ട്. ആക്ടിവിറ്റി 3.5 കളക്ട് പീസസ് ഓഫ് സിൽക്ക് ക്ലോത്ത്സ് ഓഫ് വേരിയസ് ടൈപ്സ് ആൻഡ് പേസ്റ്റ് ദം ഓൺ യുവർ സ്ക്രാപ്പ് ബുക്ക്. പലതരത്തിലുള്ള സിൽക്ക് ക്ലോത്തിൻ്റെ ടൈലറിൻ്റെ അടുത്ത് പോയിട്ട് അവിടെ നിന്ന് ക്ലോത്ത് എടുത്ത് പേസ്റ്റ് ചെയ്ത് വയ്ക്കാനാണ് ബുക്കിൽ പേസ്റ്റ് ചെയ്ത് വയ്ക്കാൻ പറയുന്നു. ടേക്ക് ദ ഹെൽപ്പ് ഓഫ് യുവർ മദറിൻ്റെയോ ആൻറ്റിയുടെയോ ടീച്ചറിൻ്റെയോ ഒക്കെ ഹെൽപ്പ് എടുത്തുകൊണ്ട് ഐഡൻറ്റിഫൈ ദ ടൈപ്സ് ഓഫ് സിൽക്ക് ഐഡൻറ്റിഫൈ ചെയ്യുക. അതിൽ മൾബറി സിൽക്ക്, ടസാർ സിൽക്ക്, എറി സിൽക്ക്, മൂങ്ക സിൽക്ക് അതെല്ലാം ഐഡൻറ്റിഫൈ ചെയ്യാനും ആൻഡ് കമ്പയർ ദ ടെക്സ്ചർ, അതിൻ്റെ ഒരു ടെക്സ്ചർ കമ്പയർ ചെയ്യാൻ പറയുന്നു. ആർട്ടിഫിഷ്യൽ സിൽക്കിൻ്റെ പീസസ് എടുത്തിട്ട് അതുമായിട്ട് കമ്പയർ ചെയ്യാൻ പറയുന്നു. സിന്തറ്റിക് ഫൈബേഴ്സാണ് ആർട്ടിഫിഷ്യൽ ഉണ്ടാക്കുന്ന സിൽക്കും ഉണ്ട്. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ സിൽക്ക് വേമിൽ നിന്നുണ്ടാക്കുന്ന നാച്ചുറൽ സിൽക്കിനെ കുറിച്ചായിരുന്നു. ട്രൈ കളക്ട് പിക്ചേഴ്സ് ഓഫ് ഡിഫറെൻറ്റ് മോത്ത്സ്. ഡിഫറെൻറ്റ് സിൽക്ക് സിൽക്കിൻ്റെ ഫ്ലൈസിൻ്റെ പിക്ചേഴ്സ് കളക്ട് ചെയ്യാനും അതിൻ്റെ കാറ്റർപില്ലേഴ്സിനെ
കളക്ട് ചെയ്യാനും അതിൻ്റെ ഇമേജസ് കളക്ട് ചെയ്യാനാണ് പറയുന്നത് അവിടെ. ആക്ടിവിറ്റി 3.6 പറയുന്നത് ആർട്ടിഫിഷ്യൽ അല്ലെങ്കിൽ സിന്തറ്റിക് സിൽക്ക് ത്രെഡ് എടുക്കുക. അതിൻ്റെ പ്യുവർ സിൽക്ക് ത്രെഡ്, ഒരു പ്യുവർ സിൽക്ക് ത്രെഡ് എടുക്കുക. അത് കഴിഞ്ഞിട്ട് ബേൺ ദീസ് ത്രെഡ്സ് കെയർഫുള്ളി, അതിനെ ബേൺ ചെയ്യുക. എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്ന് അതിൻ്റെ സ്മെല്ലിൽ, ബേൺ ചെയ്യുമ്പോൾ ഉള്ള സ്മെല്ലിൽ വ്യത്യാസമുണ്ടോ എന്ന് നോക്കുക. ബേൺ വുളൻ ഫൈബർ ബേൺ ചെയ്യുക. ആൻഡ് അത് കഴിഞ്ഞിട്ട് നോക്കുക അതിൻ്റെ ആർട്ടിഫിഷ്യൽ സിൽക്കും ഒക്കെ ബേൺ ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന അതിലെ സ്മെല്ലിൻ്റെ ഡിഫറൻസ് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. Remember, when the cocoon stage is reached, the life history of the silk moth, try the following activity. ഈ ആക്ടിവിറ്റി നോക്കാനാണ് പറയുന്നത്. ഫോട്ടോ കോപ്പി എടുക്കാൻ പറയുന്നു. ആ ഫിഗർ 3.9 വേരിയസ് ലൈഫ് ഹിസ്റ്ററീൻ്റെ അതെടുത്തിട്ട് കട്ട് ഔട്ട് പിക്ചേഴ്സ് ഓഫ് ദി സ്റ്റേജസ് ഓഫ് ദ ലൈഫ് ഹിസ്റ്ററി ഓഫ് ദി സിൽക്ക് മോത്തിൻ്റെ ലൈഫ് ഹിസ്റ്ററീൻ്റെ പിക്ചേഴ്സ് കട്ട് ചെയ്തിട്ട് അതിനെ ഒരു കാർഡ് ബോർഡിൽ അല്ലെങ്കിൽ ചാർട്ട് പേപ്പറിൽ പേസ്റ്റ് ചെയ്യാനും, ജംബിൾ ദം, എന്നിട്ട് അതിനെ മിക്സ് ചെയ്യാനും, അതുപോലെ തന്നെ ട്രൈ ടു അറേഞ്ച് ദ സ്റ്റേജസ് ഇൻ ദ കറക്റ്റ് സീക്വൻസ് ഇൻ എ സൈക്ലിക്കൽ അല്ലെങ്കിൽ സർക്കുലർ ഫോമിൽ അതിൻ്റെ സ്റ്റേജസിനെ അറേഞ്ച് ചെയ്യാനും പറയുന്നു. യു മേ ഓൾസോ ഡിസ്ക്രൈബ് ദ ലൈഫ് ഹിസ്റ്ററി ഇൻ യുവർ ഓൺ വേർഡ്സ്. സ്വന്തം വേർഡ്സിലെ ആ ലൈഫ് ഹിസ്റ്ററി ഓഫ് എ സിൽക്ക് മോത്ത് അത് പറയാനും അതുപോലെ തന്നെ എഴുതാനും പറയുന്നു ഇവിടെ. ഫ്രം കൊക്കൂൺ ടു സിൽക്ക്. ഇനി ഇപ്പോൾ കൊക്കൂണിൽ നിന്ന് എങ്ങനെയാണ് സിൽക്ക് ആവുന്നത്, ആ പ്രോസസ്സിനെ കുറിച്ചാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. ഫോർ ഒബ്റ്റെയിനിങ് സിൽക്ക് മോത്ത്സ് ആർ റിയർഡ്. ഈ സിൽക്ക് വേംസിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ ഫ്ലൈസിനെ വളർത്തുന്നു. ആൻഡ് ദെയർ കൊക്കൂൺസ് ആർ കളക്റ്റഡ്. കൊക്കൂൺസിനെ കളക്ട് ചെയ്യുന്നു. ടു ഗെറ്റ് സിൽക്ക് ത്രെഡിന് വേണ്ടിയിട്ട് കൊക്കൂൺസിനെ കളക്ട് ചെയ്യുന്നു. റിയറിങ് സിൽക്ക് വേംസിൻ്റെ അതിനെ വളർത്തുന്ന കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഫീമെയിൽ സിൽക്ക് മോത്ത് ലേസ് ഹൺഡ്രഡ്സ് ഓഫ് എഗ്സ് അറ്റ് എ ടൈം. ഒരു ഫീമെയിൽ സിൽക്ക് ഫ്ലൈ ഹൺഡ്രഡ്സ് ഓഫ് എഗ് ഒരേ സമയം അത് ഇടുന്നുണ്ട്. ദി എഗ്സ് ആർ സ്റ്റോർഡ് കെയർഫുള്ളി ഓൺ സ്ട്രിപ്സ് ഓഫ് ക്ലോത്ത് ഓർ പേപ്പർ. ഒരു ക്ലോത്തിലോ പേപ്പറിലോ ഇതിൻ്റെ എഗ്ഗെല്ലാം സ്റ്റോർ ചെയ്യും. ആൻഡ് സോൾഡ് ടു സിൽക്ക് ഫോം ഫാമേഴ്സിന് അത് സെല് ചെയ്യും. സിൽക്ക് ഫോം ഫാമേഴ്സ് അത് വാങ്ങിക്കും. ദി ഫാമേഴ്സ് കീപ് എഗ്സ് അണ്ടർ ഹൈജീനിക് കണ്ടീഷൻസിൽ ഈ എഗ്ഗിനെ ഫാർമേഴ്സ് സൂക്ഷിക്കും. ആൻഡ് അണ്ടർ സ്യൂട്ടബിൾ കണ്ടീഷൻസ് ഓഫ് ടെമ്പറേച്ചർ ആൻഡ് ഹ്യൂമിഡിറ്റി. അതിന് എത്രയാണോ ഹ്യൂമിഡിറ്റിയും ടെമ്പറേച്ചറും വേണ്ടത് ആ കണ്ടീഷൻസിൽ അതിനെ സ്റ്റോർ ചെയ്യും. ആൻഡ് ദി എഗ്സ് ആർ വാംഡ് ടു എ സ്യൂട്ടബിൾ ടെമ്പറേച്ചറിൽ അതിനെ വാം ചെയ്യും. അതുപോലെ തന്നെ ഫോർ ദ ലാർവേ ടു ഹാച്ച് ഫ്രം ദ എഗ്സ്. അപ്പോൾ ഈ എഗ്ഗിൽ നിന്ന് ലാർവേ വിരിയും. And this is done when mulberry trees bears a fresh crop of leaves. മൾബറി ട്രീസിൽ പുതിയ ഇലകൾ വരുമ്പോഴാണ് അങ്ങനെ ചെയ്യുന്നത്. The larvae called caterpillar or silkworms eat day and night and increase enormously in size. അപ്പോൾ ഈ ലാർവേ അല്ലെങ്കിൽ ഈ കാറ്റർപില്ലർ എന്ന് പറയുന്ന അല്ലെങ്കിൽ സിൽക്ക് വേം അത് ഈ മൾബറി ലീവ്സിനെ ഡേ ആൻഡ് നൈറ്റ് അത് ഭക്ഷിക്കും. അത് എന്നിട്ട് സൈസ് വലുതാവും. ഇവിടെ നമുക്ക് കാണാം ഫീമെയിൽ സിൽക്ക് വേം അല്ലെങ്കിൽ സിൽക്ക് വേമിൻ്റെ ആ ഫ്ലൈ എഗ്സ് അല്ലെങ്കിൽ മുട്ടയിടുന്നത് കാണാം. അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ ഒരു മൾബറി ട്രീ കാണുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടുള്ളതാണ് ലാർവേ അല്ലെങ്കിൽ കാറ്റർപില്ലർ. അത് ഈ സിൽക്ക് മൾബറി ട്രീസിൻ്റെ ലീവ്സിൽ അതിനെ ഫീഡ് ചെയ്യുന്നു, അതിനെ ഭക്ഷിക്കുന്നത് നമുക്ക് കാണാം. അത് കഴിഞ്ഞാൽ ഇവിടെ കാണാം കൊക്കൂൺസിലോട്ട് അത് ഡെവലപ്പ് ചെയ്യുന്നത്. അടുത്തതെന്ന് പറയുന്നത് ലാർവേ ആർ കെപ്റ്റ് ഇൻ ക്ലീൻ ബാംബൂ ട്രേസ്. ബാംബൂവിൻ്റെ മുളയുടെ ട്രേയിൽ ആണ് ഈ ലാർവയെ സൂക്ഷിക്കുന്നത്. അലോങ് വിത്ത് ഫ്രഷ്ലി ചോപ്ഡ് മൾബറി ലീവ്സ്. ഫ്രഷായി അത് കട്ട് ചെയ്ത മൾബറി ലീവ്സ് ഇട്ട് കൊടുക്കുക അതിൽ. ആഫ്റ്റർ 25 to 30 days 25 തൊട്ട് 30 ദിവസത്തിനുള്ളിൽ ദ കാറ്റർപില്ലേഴ്സ് സ്റ്റോപ്പ് ഈറ്റിംഗ്.
ആ ലാർവെ കാറ്റർപില്ലർ പിന്നെ ഭക്ഷണം കഴിക്കില്ല, മൾബറി ലീവ്സ് കഴിക്കില്ല. ആൻഡ് മൂവ് ഇൻ ടു എ ടൈനി ചേംബർ ഓഫ് ദി ബാമ്പുയുടെ ചേംബറിൻ്റെ ഒരു ചെറിയ ചേംബറിലോട്ട് അത് മാറും ആ ട്രേയിൽ. എന്നിട്ടത് സ്പിൻ ചെയ്യാൻ തുടങ്ങും, കൊക്കൂൺസ് ഉണ്ടാക്കാൻ തുടങ്ങും, അല്ലെങ്കിൽ സിൽക്ക് ഫൈബേഴ്സ് ഉണ്ടാക്കാൻ തുടങ്ങും. അതിന് ആ ലാർവയ്ക്ക് ചുറ്റും അതൊരു കൊക്കൂണായി മാറും, ഒരു കവറിങ് ആയി മാറും. സ്മോൾ റാക്സ് ഓർ ട്വിഗ്സ് മേ ബി പ്രൊവൈഡഡ് ഇൻ ദ ട്രീസ്, അല്ലെങ്കിൽ അതിലൊരു റാക്കുകൾ അല്ലെങ്കിൽ കമ്പുകൾ ഇട്ട് കൊടുക്കും, പ്രൊവൈഡഡ് ഇൻ ദ ട്രെയിൽ ഇട്ട് കൊടുക്കും. ആൻഡ് ടു വിച്ച് ദ കൊക്കൂൺസ് ഗെറ്റ് അറ്റാച്ച്ഡ്, കൊക്കൂൺസ് അതിൽ അറ്റാച്ച് ചെയ്തിരിക്കും, അതിനെ പറ്റി പിടിച്ചിരിക്കും. The caterpillar or silkworm spins the cocoon inside which develops into silk moth. കാറ്റർപില്ലർ അല്ലെങ്കിൽ സിൽക്ക് വർം കൊക്കൂണിൻ്റെ ഉള്ളിൽ പിന്നെയും സ്പിൻ ചെയ്തുകൊണ്ടിരിക്കും. മെല്ലെ മെല്ലെ അതിൻ്റെ ഉള്ളിൽ ഒരു ഫ്ലൈ ഡെവലപ്പാകും, സിൽക്ക് വർമിൻ്റെ ഫ്ലൈ ഡെവലപ്പാകും. പ്രോസസ്സിങ് സിൽക്കിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണ്, പ്രോസസ്സിങ് എങ്ങനെ ചെയ്യുന്നതാണ് നമ്മൾ ഇനി അടുത്ത് നോക്കുന്നത്. എ പൈൽ ഓഫ് കൊക്കൂൺ ഈസ് യൂസ്ഡ് ഫോർ ഒബ്റ്റെയിനിങ് സിൽക്ക് ഫൈബേഴ്സ്. സിൽക്ക് ഫൈബേഴ്സിന് വേണ്ടിയിട്ട് ഈ കൊക്കൂൺസിനെയാണ് ഉപയോഗിക്കുന്നത്. ഒരുപാട് കൊക്കൂൺസിനെ ഉപയോഗിക്കേണ്ടി വരും. ദ കൊക്കൂൺസ് ആർ കെപ്റ്റ് അണ്ടർ സൺ, വെയിലത്ത് വയ്ക്കും, അല്ലെങ്കിൽ ബോയിൽ ചെയ്യും, അല്ലെങ്കിൽ എക്സ്പോസ് ടു സ്റ്റീം, അല്ലെങ്കിൽ അതിനെ ആവിന് മുകളിൽ വയ്ക്കും. ദ സിൽക്ക് ഫൈബേഴ്സ് സെപ്പറേറ്റ് ഔട്ട്. അങ്ങനെ ആകുമ്പോൾ ഈ സിൽക്ക് ഫൈബേഴ്സ് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വരും, കൊക്കൂണിൽ നിന്ന് വിട്ടുവരും. ദ പ്രോസസ് ഓഫ് ടേക്കിംഗ് ഔട്ട് ത്രെഡ്സ് ഫ്രം ദ കൊക്കൂനിൽ നിന്ന് ഇങ്ങനെ ഈ ത്രെഡിനെ സെപ്പറേറ്റ് ചെയ്യുന്ന ആ അതിനെയാണ് പറയുന്നത് റീലിംഗ് ദ സിൽക്കിന് വേണ്ടിയിട്ട് ഈ സെപ്പറേറ്റ് ചെയ്യുന്ന ത്രെഡിനെ കൊക്കൂണിൽ നിന്ന് വിടുവിക്കുന്ന പ്രോസസ്സിനെ റീലിംഗ് ദ സിൽക്ക് എന്ന് പറയും. റീലിംഗ് ഈസ് ഡൺ ഇൻ സ്പെഷ്യൽ മെഷീൻസിൽ ആണ് റീലിംഗ് ചെയ്യുന്നത്. വിച്ച് അൺവൈൻഡ് ദ ത്രെഡ്സ് ഓർ ഫൈബേഴ്സ് ഓഫ് സിൽക്ക് ഫ്രം ദ കൊക്കൂണിൽ നിന്ന് ഈ അതിന് ചുറ്റിയിരുന്ന ആ ഫൈബേഴ്സിനെ വിടുവിക്കും. അതിനെയാണ് റീലിംഗ് എന്ന് പറയുന്നത്. ദ സിൽക്ക് ഫൈബേഴ്സ് ആർ ദെൻ സ്പൺ ഇൻറ്റു സിൽക്ക് ത്രെഡ്. ആ സിൽക്ക് ഫൈബേഴ്സിനെ സിൽക്ക് ത്രെഡാക്കി മാറ്റും. വിച്ച് ആർ വോവൺ ഇൻറ്റു സിൽക്ക് ക്ലോത്ത് ബൈ വീവേഴ്സ് അതിനെ സിൽക്ക് ക്ലോത്താക്കി മാറ്റും. അങ്ങനെയാണ് ഇതിൻ്റെ സിൽക്ക് ഉണ്ടാക്കുന്നത്, അതിൻ്റെ പ്രോസസ്സ്. ഡിസ്കവറി ഓഫ് സിൽക്കിനെ കുറിച്ച് പറയാം. ദ എക്സാക്ട് ടൈം ഓഫ് ഡിസ്കവറി ഓഫ് സിൽക്ക് പെർഹാപ്സ് അൺനോൺ. എപ്പോഴാണ് സിൽക്ക് ഡിസ്കവർ ചെയ്തത് അത് അറിയില്ല. അക്കോർഡിംഗ് ടു എൻ ഓൾഡ് ചൈനീസ് ലെജൻഡ് പറയുന്നത് ദ എംപ്രസ് സി ലങ് ചി എന്ന എംപ്രസ് വാസ് ആസ്ഡ് ബൈ ദ എംപറർ അതിൻ്റെ എംപ്രസിനോട് പറഞ്ഞു. എംപററിൻ്റെ പേരാണ് ഹുവാങ് ടി, ചൈനീസ് പേരുകളാണ്. ടു ഫൈൻഡ് ദ കോസ് ഓഫ് ദ ഡാമേജ്ഡ് ലീവ്സ് ഓഫ് മൾബറി ട്രീസിൻ്റെ ലീവ്സ് ഡാമേജ് ആയിരിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് നോക്കാനായിട്ട് ഈ സി ലങ് ചിയോട് പറഞ്ഞു. ഇൻ ദർ ഗാർഡൻ. അപ്പം ദ എംപ്രസ് ഫൗണ്ട് വൈറ്റ് വേംസ് ഈറ്റിംഗ് അപ്പ് ദി മൾബറി ട്രീസിൻ്റെ ലീവ്സ് ഒരു വൈറ്റ് വേംസ് ഭക്ഷിക്കുകയാണെന്ന് മനസ്സിലായി. ഷീ ഓൾസോ നോട്ടീസ് ദാറ്റ് ദേ വർ സ്പിന്നിങ് ഷൈനി കൊക്കൂൺസ് അറൗണ്ട് ദം. അതുപോലെ തന്നെ ഈ വേംസ് അതിന് ചുറ്റും നല്ല ഷൈനി ആയിട്ടുള്ള കൊക്കൂൺസ് അതിന് ചുറ്റും സ്പിൻ ചെയ്യുന്നു മനസ്സിലാക്കി. ആക്സിഡൻ്റലി എന്ത് സംഭവിച്ചു? കൊക്കൂൺ ഡ്രോപ്ഡ് ഇൻ ടു ഹെർ കപ്പ് ഓഫ് ടീ. ആ എംപ്രസിൻ്റെ ഈ സി ലങ് ചിയുടെ ചൂട് ചായയിലോട്ട് ഒരു കൊക്കൂൺ വീണു. ആൻഡ് ടാങ്കിൾ ഓഫ് ഡെലിക്കേറ്റ് ത്രെഡ്സ് സെപ്പറേറ്റഡ് ഫ്രം ദ കൊക്കൂണിൽ നിന്ന് ഈ സിൽക്ക് വേമിൻ്റെ കൊക്കൂണിൻ്റെ ത്രെഡ് സെപ്പറേറ്റ് ചെയ്ത് വരാൻ തുടങ്ങി. ആൻഡ് സിൽക്ക് ഇൻഡസ്ട്രി ബിഗാൻ. അങ്ങനെയാണ് ചൈനയിൽ സിൽക്ക് ഇൻഡസ്ട്രി തുടങ്ങിയത്. ആൻഡ് വാസ് കെപ്റ്റ് ക്ലോസ്ലി ഗാർഡഡ് സീക്രട്ട്. അതൊരു സീക്രട്ടാക്കി വെച്ചു ഫോർ ഹൺഡ്രഡ്സ് ഓഫ് ഇയേഴ്സ്. ചൈനീസ് അതിനെ മറ്റുള്ളവരാർക്കും പറഞ്ഞു കൊടുത്തില്ല, അവരൊരു സീക്രട്ടാക്കി വെച്ചു. ആൻഡ് ലേറ്റർ ഓൺ പിന്നീടാണ് ട്രേഡേഴ്സ് ആൻഡ് ട്രാവലേഴ്സ്
ഇൻട്രൊഡ്യൂസ് സിൽക്ക് ടു അതർ കൺട്രീസ്. ട്രേഡേഴ്സും ട്രാവലേഴ്സും ഈ സിൽക്കിനെ കുറിച്ച് മറ്റ് കൺട്രിയിലോട്ട് അവിടെയും ഇൻട്രൊഡ്യൂസ് ചെയ്തും അവർക്കും പറഞ്ഞു കൊടുത്തത്. അങ്ങനെ ഈ സിൽക്ക് ട്രാവൽ ചെയ്ത മറ്റുള്ള രാജ്യങ്ങളിലോട്ട് സ്പ്രെഡ് ചെയ്ത ആ റൂട്ടിനെയാണ് ഇപ്പോഴും സിൽക്ക് റൂട്ട് എന്ന് പറയുന്നത്. ദ റൂട്ട് ദേ ട്രാവൽഡ് ഈസ് സ്റ്റിൽ കോൾഡ് സിൽക്ക് റൂട്ട്. അതിന് സിൽക്ക് റൂട്ട് എന്ന് പറയപ്പെടുന്നു. ഇന്ത്യയിലും ഇൻ ഇന്ത്യ വുമൻ ആർ സിഗ്നിഫിക്കൻ്റ്ലി ഇൻവോൾവ് ഇൻ വേരിയസ് കൈൻഡ്സ് ഓഫ് ഇൻഡസ്ട്രീസ് റിലേറ്റഡ് ടു സിൽക്ക് പ്രൊഡക്ഷൻ. സിൽക്ക് പ്രൊഡക്ഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പല ഇൻഡസ്ട്രിയും പല ജോലികളും കമ്പനികളും നമ്മുടെ ഇന്ത്യയിലുണ്ട്. അതിൽ സ്ത്രീകൾ കൂടുതൽ ഇൻവോൾവ് ആണ്. ആൻഡ് ദീസ് ആർ റിയറിങ് ഓഫ് സിൽക്ക് ഫോംസ്. സിൽക്ക് ഫോംസിനെ വളർത്തുന്ന ഇൻഡസ്ട്രീസ് ഉണ്ട്. റീലിംഗ് ഓഫ് സിൽക്ക് ഫോംസിനെ റീൽ ചെയ്യുക, അതിൻ്റെ ത്രെഡ് സെപ്പറേറ്റ് ചെയ്യുന്ന, കൊക്കോണിൽ നിന്ന് ത്രെഡ് സെപ്പറേറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ പ്രോസസ്സിങ് ഓഫ് റോ സിൽക്ക് ഇൻ ടു ഫാബ്രിക്. റോ സിൽക്കിനെ ഒരു തുണിയായി മാറ്റുന്ന ഇൻഡസ്ട്രികളുണ്ട്. അതുപോലെ തന്നെ ബൈ ദെയർ എൻ്റർപ്രൈസ് ദേ കോൺട്രിബ്യൂട്ട് ടു നേഷൻസ് എക്കണോമി. അങ്ങനെ ഈ രാജ്യത്തിൻ്റെ സമ്പദ്ഘടനയിലോട്ട് അവർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. ചൈന ലീഡ്സ് ദ വേൾഡ് ഇൻ ദ സിൽക്ക് പ്രൊഡക്ഷൻ. സിൽക്ക് പ്രൊഡക്ഷനിൽ ചൈനയാണ് മുമ്പിൽ ലീഡ് ചെയ്യുന്നത്. ഇന്ത്യ ഓൾസോ റാങ്ക്സ് അമോങ് ദ ലീഡിങ് സിൽക്ക് പ്രൊഡ്യൂസിങ് കൺട്രീസ്. സിൽക്ക് പ്രൊഡ്യൂസിങ് കൺട്രീസിൽ ഇന്ത്യയും വളരെ മുമ്പിൽ തന്നെയാണ്. ഇതാണ് സിൽക്കിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ടായിരുന്നത്. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഫൈബർ ടു ഫാബ്രിക് എന്ന ഈ 3rd ചാപ്റ്റർ 2 പാർട്ടുണ്ട്. 2 പാർട്ടും കാണാൻ ശ്രമിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.